ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ പല്ലവി സേതുവിനോട് പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും പൂർണ്ണിമ അടുത്ത് തുറന്നു പറയാൻ പോവാണ്. ഞാൻ കാരണമാണ് ശ്രീഹരി അച്ഛനെ വിവാഹം കഴിച്ചതും അതിൻ്റെ സാഹചര്യം എന്താണെന്നും ഒക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ, വേണ്ടടോ, അമ്മക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്, കണ്ടില്ലേ, എന്നെ തള്ളിക്കളഞ്ഞിട്ടും തന്നോട് വീട്ടിൽ കയറാനേ അമ്മ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് താനൊന്നും പറയാൻ നിൽക്കണ്ട, എന്തായാലും ഇങ്ങനെ അങ്ങ് പോട്ടെ. അമ്മക്കിപ്പോൾ പ്രതിഷേധമാണ്, പക്ഷെ സ്നേഹത്തിൻ്റെ പ്രതിഷേധമാണ്, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അമ്മ നമ്മുടെ വഴി തന്നെ വരും. കുഴപ്പമൊന്നുമില്ലടോ, അമ്മയുടെ മനസ്സിൽ ഒരുപാട് നന്മയും സ്നേഹവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അമ്മക്ക് ആ ഒരു പെട്ടെന്നത് അംഗീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടിട്ടാണ് അമ്മ അങ്ങനെയൊക്കെ പൊട്ടിത്തെറിച്ചത്. അതൊന്നും കുഴപ്പമില്ല. നമ്മളമ്മടുത്ത് ഒരു കാര്യം നേരത്തെ പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് നമുക്ക് കണ്ടപ്പോഴേക്കും ഷോക്കായിട്ടുണ്ടാവും. താൻ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാകും എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ പല്ലവി ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് നമ്മുടെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ട്. അതേസമയം നമ്മുടെ ശ്രീഹരി ആണെങ്കിൽ പുറത്തിരുന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സേതു വരുന്നുണ്ട്. എന്താടാ നീ ഇവിടെ നിൽക്കുന്നത്? ദേ അച്ഛൻ റൂമിൽ നിന്നെ കാത്തിരിക്കായിരിക്കും. എനിക്ക് വയ്യ സേതു ഏട്ടാ, ഇത്രയും വലിയൊരു പൊന്നുമടം വീടിൻ്റെ മരുമകനുള്ള അർഹതയൊന്നും എനിക്കില്ല. അതിന് മാത്രം എന്ത് അർഹതയാണ് എനിക്കുള്ളത്? നിൻ്റെ അർഹത എന്താണെന്ന് നിനക്കറിയില്ലാത്തതുകൊണ്ടാണ്. നിനക്ക് നല്ലൊരു മനസ്സുണ്ട്, ചതിക്കാൻ കഴിയാത്തൊരു മനസ്സ്, എല്ലാവരും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്. അത് തന്നെയാണോ വലിയൊരു സ്വത്തെന്ന് പറയണത്. ഒരുപാട് പണമുള്ളതൊന്നും അല്ല കാര്യം, മനസ്സിലെ നന്മ, അതാണ് ഏറ്റവും വലിയ സ്വത്ത്. ഞാനും എൻ്റെ അച്ഛനൊക്കെ അങ്ങനെ കരുതുന്നതാ. അമ്മ അങ്ങനെ തന്നെയാണ്, പക്ഷെ അമ്മക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ അമ്മ നാളെ നിന്നെ അംഗീകരിക്കും. നീ വിഷമിക്കൊന്നും വേണ്ട. സേതു ഏട്ടാന്ന് പറഞ്ഞ് കഴിയുമ്പോഴേക്കും സേതു നമ്മുടെ ശ്രീഹരിനെ കെട്ടിപ്പിടിക്കാട്ടോ. നീ പോ, ദേ അച്ഛൻ നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും. നോക്ക്, അച്ഛക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവൾ കണ്ടില്ലേ, അമ്മ എത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും നീ കൂടെ ഉണ്ടെന്നൊരു ധൈര്യത്തിലാണ് അവൾ കരയാണ്ട് പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് നീ എപ്പോഴും അവളുടെ ധൈര്യമായിട്ട് കൂടെ തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറയാണ്. അങ്ങനെ ശ്രീഹരി നമ്മുടെ ബെഡ്റൂമിലേക്ക് പോകുന്ന മുമ്പ് നമ്മുടെ പൂർണ്ണിമ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സേതുവും അതുപോലെ തന്നെ നമ്മുടെ പല്ലവിയും കൂടിയിട്ടാണ് ആദ്യരാത്രിക്ക് വേണ്ടിയിട്ടുള്ള കട്ടിലും അതുപോലെ തന്നെ ആ ഒരു പൂമാലയും എല്ലാം കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മുടെ പൂർണ്ണിമ അതൊക്കെ കണ്ട് ദേഷ്യം വന്നിട്ട് എല്ലാം പിച്ച് ചീന്തി കളയുവാണ്. അതുകൊണ്ട് പൂക്കളും കാര്യങ്ങളൊന്നും തന്നെ അവരുടെ ബെഡിലില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പല്ലവി പറയുന്നുണ്ട്, നോക്ക്, ഒരു അലങ്കാരമൊന്നും ഇല്ല, എല്ലാം പോയി, പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ സുഖമായിട്ട് ജീവിക്കണം, അതെന്നെ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് പല്ലവി ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് നമ്മുടെ അച്ഛൻ്റെ റൂമിലേക്ക് കടത്തി വിട്ടിട്ട് റൂം അടക്കുവാണ്. അതിനുശേഷം ശ്രീഹരി വരുന്നുണ്ട്. ശ്രീഹരി റൂമിലേക്ക് കയറുവാണ്. ശ്രീഹരി അവിടെ തന്നെ നിൽക്കുക കേട്ടോ. അപ്പോൾ അച്ചു പറഞ്ഞിട്ട്, എന്താ ഇങ്ങനെ നിൽക്കണത്? ഞാനെന്താ നിങ്ങളെ പഠിപ്പിച്ച ടീച്ചർ വലുതുമാണോ ഇങ്ങനെ നിൽക്കാനായിട്ട്? ഇവിടെ ഇരിക്കുക എന്ന് പറയാണ്. അങ്ങനെ ശ്രീഹരി അവിടെ ഇരിക്കുന്നുണ്ട്, ആകെ പേടിച്ച് വിറച്ചിട്ടാണ് ഇരിക്കുന്നത്. അച്ഛന് ചിരിയും വരുന്നുണ്ട്, പക്ഷെ വിഷമവും തോന്നുന്നുണ്ട്. കാരണം എന്തുമാത്രം അപമാനിക്കപ്പെട്ടു എന്നാലോചിച്ചിട്ട്. കാരണം തൻ്റെ ഭർത്താവ് അപമാനിക്കപ്പെടാനായിട്ട് അച്ചു ഒരിക്കലും താല്പര്യമില്ല, അത് ഇഷ്ടമല്ല. അച്ചു ആ ഗ്ലാസ് പാല് നമ്മുടെ ശ്രീഹരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. കുടിക്കുന്നു പറയുമ്പോൾ, വേണ്ട അച്ചു കുടിച്ചു, അതിനുശേഷം എനിക്ക് തന്നാമെന്ന് പറയുമ്പോൾ അച്ചു ചിരിക്കുകയാണ്. അതെങ്ങനെ ശരിയാവും? ഭർത്താവ് കുടിച്ചതിൻ്റെ ബാക്കിയല്ലേ ഭാര്യ കുടിക്കേണ്ടത്? ശ്രീഹരി അത് കുടിക്കേ, ദേ അല്ലെങ്കിൽ ഞാൻ സേതുവേട്ടനെ വിളിക്കും കേട്ടോ എന്ന് പറയാണ്. അങ്ങനെ ശ്രീഹരി അത് വാങ്ങിക്കുവാണ്. ശേഷം ആ പാല് കുടിക്കുന്നുണ്ട്. ബാക്കി പാല് നമ്മുടെ അച്ചു കുടിക്കുകയാണ്. ശ്രീഹരി ആകെ ടെൻഷനായിട്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് അച്ചു പറയുന്നുണ്ട്, സാധാരണ ആദ്യ രാത്രിയൊക്കെ പെണ്ണുങ്ങളാണ് ടെൻഷനായിട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുന്നത്, ഇവിടെ നേരെ തിരിച്ചാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശ്രീഹരി ഒന്നും മിണ്ടുന്നില്ല. അച്ചു അത് എന്ന് പറയുമ്പോൾ ശ്രീഹരിക്ക് ഉറക്കം വരുന്നില്ല. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? അത് ലൈറ്റ് ഓഫ് ചെയ്യണോ? പിന്നെ ലൈറ്റ് ഓഫ് ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണ് ശ്രീഹരി. അതെന്ന് പറയുമ്പോഴേക്കും അച്ചു കൂളായിട്ട് ലൈറ്റ് ഓഫ് ചെയ്യാട്ടോ. എന്നിട്ട് ശ്രീഹരിയുടെ കയ്യിലേക്ക് അച്ചു പിടിക്കുകയാണ്. ശ്രീഹരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആകെ ടെൻഷനായിട്ട് ശ്രീഹരി വേഗം തന്നെ കിടക്കുക കേട്ടോ. അച്ചു വിചാരിക്കും കിടക്കട്ടെ, പാവം, ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. പക്ഷേ അച്ചുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒരാൾ തന്നെ തൻ്റെ ഭർത്താവായിട്ട് കിട്ടിയല്ലോ എന്നാലോചിച്ചിട്ടുള്ള സന്തോഷമാണ് നമ്മുടെ അച്ചുക്ക്. എന്തായാലും നല്ല അടിപൊളി ഭാഗമായിട്ടോ നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സ്നേഹക്കൂടിൻ്റെ പ്രൊമോ റിവ്യൂസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. അത് ഏത് ജന്മ കൽപ്പനയുടെ പ്രൊമോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.